ജമ്മുകാശ്മീരിൽ ശുദ്ധികലശം തുടർന്ന് കേന്ദ്ര സർക്കാർ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധം എടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കി. കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിയിൽ പുനരന്വേഷണം ആരംഭിച്ചതോടെ ഭീകരതയുടെ അവസാനത്തെ കണ്ണിയും മുറിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. 90കളിൽ കശ്മീരി പണ്ഡിറ്റുകളെ ഇസ്ലാമിക ഭീകരർ കൊന്നൊടുക്കിയതിന്റെ പല കേസുകളും തേയിച്ചു മായ്ച്ചു കളഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുകയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുകയും 370-ാം വകുപ്പ് അടക്കം റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സർക്കാർ ജോലി ഉപേക്ഷിച്ച് നാടുവിടണമെന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ തിട്ടൂരം അനുസരിക്കാത്തതിനാലാണ് 27 വയസ്സ് മാത്രം പ്രായമുള്ള കശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിലുള്ള സർക്കാർ നഴ്സ് സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വിരമിച്ച ജഡ്ജി നീലകണ്ഠ ഗഞ്ജുവിന്റെ കൊലപാതകത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ ഏജൻസി ആരംഭിച്ചു. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ച് 1998-ൽ വന്ധാമ ഗ്രാമത്തിൽ തിരിച്ചെത്തിയ കശ്മീരി പണ്ഡിറ്റുകളായ 23 പേരെ കൊലപ്പെടുത്തിയ കേസും പുനരന്വേഷണത്തിലാണ്. BJP നേതാവ് ടിക്കാലാൽ തപ്ലയുടെ കൊലപാതകം, ബോറടി മാറ്റാൻ പോലും കശ്മീരി പണ്ഡിറ്റുകളെ കൊന്നുതള്ളിയ ബിട്ട കരാട്ടെ എന്ന ഫറൂഖ് അഹമ്മദ് ധാർ എന്ന ഭീകരന്റെ കൊലപാതക പരമ്പരയടക്കം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അന്ന് പണ്ഡിറ്റുകളുടെ കൊലയ്ക്ക് നേതൃത്വം നൽകിയ പലരും ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായി വേഷം മാറി, പലരും രാഷ്ട്രീയ നേതാക്കളായി മാറിക്കഴിഞ്ഞു. എന്നാൽ എവിടെ പോയി ഒളിച്ചാലും ഭീകരവാദികളുടെ വേരറുക്കാനാണ് അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം. ജനം, ഡൽഹി.